ബഹുമാന്യരെ, പി ജിയോടൊപ്പം നിലാവായി ശ്രീ എൽ പരമേശ്വരൻ എഴുതിയ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പി ജി എന്ന പി ഗോവിന്ദപിള്ള വാസ്തവത്തിൽ നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ കാണുവാനോ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുവാനോ അവസരമുണ്ടായിട്ടില്ല എന്നുള്ളത് ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിലൊന്നാണ്. ഞാൻ എന്നും ആരാധനയോടെ ഓർക്കുന്ന വ്യക്തിത്വമാണ് പി ജി. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും ആദ്യം കാണുന്നതുമായ കാലം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടത്തുന്ന കാലഘട്ടം. ആ ചർച്ചാ സമ്മേളനങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുമായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ്സിലൊക്കെ സജീവമായിരുന്ന ഞാനും സഹപ്രവർത്തകനും പലപ്പോഴും ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ മീറ്റിങ്ങിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കുന്നത് അതൊരു നയമായിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ആളുകളെ വേദിയിലേക്ക് വിളിച്ചുകൊണ്ടുവരിക എന്നുള്ള പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ അത്തരം ചർച്ചാ സമ്മേളനങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു സമ്മേളനം, ആദ്യത്തെ സമ്മേളനം പേരൂർക്കടയിൽ നടക്കുമ്പോൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ചാ വിഷയം. അന്ന് ഞാൻ ഡിഗ്രിക്ക് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. സ്വാഭാവികമായും അവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയാൻ ഉള്ള ഒരു ആർജവം സാധാരണ നിലയിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കാണിക്കുന്ന സ്വഭാവം ഞാനും കാണിച്ചു. അപ്പം എൻ്റെ കൂടെ വന്ന കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടമായി. പി ജി ആയിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പി ഗോവിന്ദപിള്ള സാറായിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സമ്മേളനം കഴിഞ്ഞു, എല്ലാവരും ലോഹ്യമായി പിരിഞ്ഞു. അടുത്ത സമ്മേളനം, പിറ്റേ മാസത്തിൽ നടന്ന സമ്മേളനം, മതവും അന്ധവിശ്വാസവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അപ്പം അതുപോലെ പി ജിയും അദ്ദേഹത്തോടൊപ്പം കല്ലറ വാസുദേവനും കെ ഒ ഷംസുദ്ദീനും തുടങ്ങിയ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെയും പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെയും ആൾക്കാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ മതവും അന്ധവിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് കരിയൻ രാമേന്ദ്രൻ സംസാരിച്ചു. പലരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ച കൂട്ടത്തിൽ മതവും അന്ധവിശ്വാസവും പുരോഗമനത്തെ തടസ്സമാകുന്ന രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. സ്വാഭാവികമായും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു തീവ്രമായ മോഹമുള്ളതുകൊണ്ട് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. മാർക്സ് ആൻഡ് ഏംഗൽസ് ത്രൂ ദ ഐസ് ഓഫ് ദെയർ കോണ്ടംപററീസ് എന്ന പ്രോഗ്രസ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ മാർക്സും ഭാര്യയും മകളും ഒന്നിച്ചുള്ള കുടുംബ ഫോട്ടോ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാർക്സിൻ്റെ മകൾ ഇട്ടിരിക്കുന്ന മാലയിൽ കുരിശുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് മാർക്സിൻ്റെ മകൾ ദൈവവിശ്വാസിയാണ്, മാർക്സ് വിശ്വാസിയായതുകൊണ്ടാണ് മാർക്സിൻ്റെ മകളും ദൈവവിശ്വാസിയായത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതുവരെ സംസാരിച്ചിരുന്ന വിഷയത്തിന് വിരുദ്ധമായി ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. വിശ്വാസിയായ മാർക്സിൻ്റെ മകൾ ആണ് വിശ്വാസിയായി മാറിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഈ സംസാരം കഴിഞ്ഞുടൻ തന്നെ അവസാനം പ്രതികരണത്തിനായി കല്ലറ വാസുദേവൻ എണീച്ചു.
കല്ലറ വാസുദേവൻ അങ്ങനെ ഉറഞ്ഞ് തുള്ളാൻ തുടങ്ങി. വല്ലാണ്ടങ്ങ് ക്ഷോഭിച്ചുകൊണ്ട് ഇതുപോലുള്ള യുവ ചൈതന്യങ്ങൾ വളർന്നു വന്നാൽ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പലതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് വളരെ ഭയങ്കരമായി സംസാരിച്ചു. വാസ്തവത്തിൽ എനിക്കറിയാം പേരൂർക്കടയിലെ മാർക്സിസ്റ്റുകാരൊന്നും ചെയ്യില്ല. പക്ഷെ ഇത് വളരെ അന്തരീക്ഷം വളരെ ചൂടുപിടിക്കുന്ന നിലയിലാണ് കല്ലറ വാസുദേവൻ അങ്ങനെ ആക്രോശിച്ച് സംസാരിച്ചത്. അത് കഴിഞ്ഞിരുന്നു അവസാനത്തെ പ്രസംഗം ഗോവിന്ദപിള്ള സാറിൻ്റെതായിരുന്നു. സാറ് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ബാലചന്ദ്രൻ കൂടി പങ്കെടുത്തത് കൊണ്ടാണ് ഈ ചർച്ച പൂർണ്ണമാകുന്നത്. ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സാറ് എന്നെ പ്രോത്സാഹിപ്പിച്ച് സംസാരിച്ചു. വാസ്തവത്തിൽ ആ സംസാരം കേട്ടപ്പോൾ കല്ലറ വാസുദേവനും അതുവരെ ഉണ്ടായിരുന്ന ക്ഷോഭമൊക്കെ മാറി എന്നോട് വളരെ സ്നേഹത്തോടെ പോകുന്ന സമയം പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമീപനമുണ്ടല്ലോ, വ്യത്യസ്ത അഭിപ്രായം പറയുവാൻ തയ്യാറാകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതി, അത് ഞാൻ പി ജിയിൽ നിന്നാണ് ആദ്യമായി എനിക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനുഭവം കിട്ടുന്ന പി ജിയിൽ നിന്നാണ്, പി ഗോവിന്ദപിള്ള സാറിനാണ്. സാറിൻ്റെ ഒരു പ്രസംഗം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോയി കേൾക്കുമായിരുന്നു. ഒരു 100 പുസ്തകം വായിക്കുന്ന എഫക്റ്റാണ് ഒരു പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത്. പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ചിലിയിലെ കവി കൊല്ലപ്പെട്ടപ്പോൾ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ ഏതൊരു ബന്ധു, ഏറ്റവും അടുത്ത ബന്ധുവാണ് കൊല്ലപ്പെട്ടത് എന്ന് തോന്നൽ, ആ മനസ്സിൽ ആ വികാരം ഇപ്പോഴും പാബ്ലോ നെരൂദയുടെ മരണവും അലണ്ടയുടെ കൊലപാതകവും ഒക്കെ മനസ്സിലിങ്ങനെ കോറിയിട്ടതുപോലെ നിൽക്കുകയാണ്. ഗോവിന്ദപിള്ള സാറിൻ്റെ ഭാഷയിൽ അതിങ്ങനെ മനസ്സിലേക്ക് കയറി വന്നു. സാറിൻ്റെ പ്രസംഗം ആ വിധമാണ് ആ കാലഘട്ടത്തിലെ പല സംഭവങ്ങളെയും മുന്നിൽ പരിശോധിച്ചിട്ടുള്ളത്. ഫിഡൽ കാസ്ട്രോ മരിക്കുമ്പോൾ ഞാൻ ഫിഡൽ കാസ്ട്രോയെ കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കി. വാസ്തവത്തിൽ ഫിഡൽ കാസ്ട്രോയെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നതും ഫിഡൽ കാസ്ട്രോയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും ഗോവിന്ദപിള്ള സാറാണ്. ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയാണ് എന്നൊക്കെ ആദ്യം കേൾക്കുന്നത്, അന്ന് രാഷ്ട്രീയമുണ്ടെങ്കിൽ കേൾക്കുന്നത് സാറിൻ്റെ പ്രസംഗത്തിലൂടെയാണ്. കാസ്ട്രോയെക്കുറിച്ചായാലും ചെഗുവേരയെക്കുറിച്ചായാലും ബൊളിവിയൻ ഡയറിയെക്കുറിച്ചായാലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കുറിച്ചായാലും ഏത് സംഭവങ്ങളെക്കുറിച്ചായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ നാമുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയാണ് സാറിൻ്റെ. ലോകത്തെവിടെ മനുഷ്യൻ അടിമത്തത്തിനെതിരെ പോരാടാൻ തുടങ്ങിയാലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങിയാലും ആ പോരാട്ടമെല്ലാം ലോക മാനവികതയുടെ വളർച്ചയെ കാണിക്കുന്ന ഒന്നാണ് എന്നുള്ള അടിസ്ഥാന ബോധം ഞാനടക്കമുള്ള ആളുകളുടെ മനസ്സിലേക്ക് പകർന്നു തന്ന മഹാനായ മനുഷ്യനായിരുന്നു പി ജി. ആ പി ഗോവിന്ദപിള്ള സാറിൻ്റെ പേരിൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് എന്തെന്നില്ലാത്ത സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ വരുമ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് സാറിനെ കണ്ടു. സാറ് എന്നെ കണ്ടിട്ട് ബാലചന്ദ്രൻ കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് സാറിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ സാറിനെയും പിടിച്ചുകൊണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അയ്യോ, ഒരു വിജ്ഞാനത്തെയാണ്, വലിയൊരു വിജ്ഞാനത്തിൻ്റെ സഞ്ചരിക്കുന്ന വിജ്ഞാന ഭണ്ഡാകാരത്തെയാണ് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ പിടി വിടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. കാരണം ആ സമയം, അത്രയും സമയം ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റില്ല. പി ജിയുമായി ഒന്നിച്ച് നടന്ന അവസരം ഞാൻ പലപ്പോഴും ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പല മാർക്സിസ്റ്റ് നേതാക്കന്മാർ, എം എ ബേബിയെ പോലുള്ള, എം വിജയകുമാറിനെ പോലുള്ള നേതാക്കന്മാരോട് എനിക്ക് അസൂയ തോന്നാറുണ്ട്. കാരണം ഇവർക്കെല്ലാം പി ജിയുമായും ഇ എം എസുമായും അടുത്ത് ഇടപഴകാൻ ധാരാളം അവസരം കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരുടെ രാഷ്ട്രീയം എന്തായി, പക്ഷേ അവരുടെ അറിവ് എന്ന് പറയുന്നത്, അറിവ് പങ്കുവയ്ക്കപ്പെടുന്ന അറിവ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. മാനവികതയുടെ, മാറ്റത്തിൻ്റെ പുത്തൻ അറിവുകൾ പങ്കുവച്ച് കിട്ടുന്ന അനുഭവമുണ്ടല്ലോ,
അനുഭവം അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ജീവിതത്തിൽ അപൂർവമായി ലഭിച്ച ചില അവസരങ്ങളിലൂടെയാണ് ഈ ഗ്ലിംസസ് എന്ന് പറയില്ല, ഗ്ലിംസസ്, പി ജിയുടെ അറിവിൻ്റെ ഗ്ലിംസസ് മാത്രം ലഭിച്ച ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആ പി ജിയുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് നാം ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ശ്രീ പരമേശ്വരൻ പി ജിയോടുള്ള ഭക്തിയാണ്. സ്നേഹത്തെക്കാളുപരി അദ്ദേഹം പി ജി ലയിച്ചു ചേർന്ന ഒരാളാണ്. പി ജി എന്ന് പറയുന്ന മഹാമനുഷ്യനിൽ ലയിച്ചു ചേർന്ന ഒരു മാനസികാവസ്ഥകളാണ് ശ്രീ പരമേശ്വരൻ. അദ്ദേഹം ആ നിലയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് എന്തെന്നില്ലാത്ത സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ശ്രീ എം വിജയകുമാറാണ്. ഇന്ന് പുസ്തകം പരിചയപ്പെടുത്തുന്നതും മുഖ്യപ്രഭാഷണം നടത്തുന്നതും ഡോക്ടർ എം ആർ തമ്പാനാണ്. നമ്മുടെ സദ്വാന ട്രസ്റ്റിൻ്റെ എല്ലാമായ വൈജ്ഞാനിക സാഹിത്യരംഗത്തെ മഹാപ്രതിഭ ഡോക്ടർ എം ആർ തമ്പാൻ, അദ്ദേഹമാണ് ഇന്നിവിടുത്തെ മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.